നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടാ. മിന്നിച്ചേക്കൂലേ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല കേട്ടാ. സൗണ്ടുകളൊക്കെ അതൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ കേൾക്കാൻ പറ്റും. വോയിസ് കൊടുക്കാനിരുന്നപ്പോഴാണെങ്കിൽ ആ പേരും മഴ. വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റഫ്ഡ് ഇഡ്ഡലി അതാട്ട സംഭവം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഒരു പകുതി സവാള ജസ്റ്റ് കൊണ്ട് വഴറ്റിയെടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ ഒരു 3 ടേബിൾ സ്പൂണോളം തക്കാളി ചെറുതാക്കി എറിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്തിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലൂടെ ചേർത്താൽ നമ്മുടെ ആ ഒരു ഫില്ലിങ് റെഡിയാവും. ശരിക്കും ഉണ്ടല്ലോ, ഇത്രയും ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്തെങ്കിലും വല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താലും മതി. ഇനി നമുക്കേ ഇടിയപ്പച്ചമ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ വാഴലയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ അറിയാലോ, നാട്ടിൽ വരുമ്പോൾ എന്തായാലും വാഴല കൊണ്ടിട്ടുള്ളൊരു ആഘോഷമായിരിക്കും അത്. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഇഡ്ഡലിയുടെ മാവാട്ടാ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇഡ്ഡലിയുടെ മാവെന്ന് പ്രത്യേകം പറഞ്ഞത് ഒരു ഇത്തിരി കട്ടി വേണമല്ലോ മാവിന്, അതുകൊണ്ടാട്ടാ. അത് ജസ്റ്റ് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിട്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി? ഇതിന് കൂട്ടി കഴിക്കാനായിട്ടേ സാമ്പാർ, ചമ്മന്തി ആ വക സാധനങ്ങളൊന്നും വേണ്ട. താഴത്ത് നല്ല അടിപൊളി ബീഫിൻ്റെ മസാല അല്ലേ പോയിരിക്കുന്നത്. നമുക്കുണ്ടല്ലോ മക്കൾസിന് സ്കൂളിൽ കൊടുത്തു വിടാനും അല്ലെങ്കിൽ കോളേജിൽ പോകണവർക്കൊക്കെ കോളേജിലേക്ക് കൊണ്ടുപോകാനും ജോലിക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് അഭിപ്രായം എന്തായാലും താഴത്ത് കമൻറ്റിൽ വന്ന് പറയണേ.